ഹായ് പ്യാരെ വെച്ചോ, വളരെ വേഗത്തിൽ നമുക്ക് കത്ത് എഴുതുന്നതിന്റെ ഒരു ഫോർമാറ്റ് പഠിച്ചാലോ? ഏത് കത്ത് വന്നാലും വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ കഴിയണം. ആ ഫോർമാറ്റ് നമുക്ക് നോക്കാം. നല്ല മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു കള്ളി വരക്കണം. ഈ കള്ളി വരക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് വലതു ഭാഗത്ത് നമുക്ക് സ്ഥലവും അതേപോലെ ഡേറ്റും കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതുമാകാം. പിന്നെ നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അവിടെ പ്രിയ, ഇവിടെ സുഹൃത്താണെങ്കിൽ മിത്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി മറ്റാരെങ്കിലും ആണെങ്കിൽ അവരുടെ പേര് അവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് ഏതൊരു കോമൺ ആയിട്ട് ഒരു കത്ത് എഴുതുമ്പോഴും തും കേസേ ഹോ മേം യഹാം ടീക്ക് ഹും, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. മേം യഹ് പത്ര ഏക് വിശേഷ് ബാത്ത് ബതാനെ കെ ലിയേ ലിഖ് രഹാ ഹും, ഞാൻ ഈ കത്ത് എഴുതുന്നത് ഒരു വിശേഷപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്നിട്ടോ കുച്ച് ദിൻ പെഹലെ, ഇനി എന്താണ് ആ കാര്യം എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ മാഷ് എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടന്റ് ചെയ്താൻ വേണ്ടിയിട്ട് ഡാഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണോ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള കണ്ടന്റ് അത് നമ്മളിവിടെ എന്ത് ചെയ്യും? കൊടുക്കുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം സബ്കോ മേരാ പ്യാർ കഹ്ദേന, എല്ലാവരോടും അല്ലെ എന്റെ ആ അന്വേഷണം പറയണം അല്ലെങ്കിൽ സലാം പറയണം എന്ന് പറയുന്നു. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ തുമാരാ മിത്ര, ആ പ്രിയപ്പെട്ട ആ സുഹൃത്ത് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? നെയ്മ് എഴുതുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹസ്താക്ഷരം ഒപ്പിടുന്നു. പിന്നെ ഇടതുവശത്തായിട്ട് സേവാമേ അല്ലെ നാം ഓർ പദ, നെയ്മാൻ അഡ്രസ്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കത്തിന്റെ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ഒരു 2 മാർക്കെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ അതിന്റെ എന്താണോ ചോദ്യം ആ ചോദ്യത്തിനനുസരിച്ച് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തിന്റെ 4 മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ ഫോർമാറ്റ് എന്റെ മക്കൾ മറന്നു പോകാൻ പാടില്ല. നാളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. എല്ലാവർക്കും നല്ല മാർക്ക് നേടാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.